മാനസികമായി നിങ്ങൾ നേരിടുന്ന സകല പ്രതിസന്ധികളുടെയും നടുവിൽ, എല്ലാ സ്ട്രഗിൾസിൻ്റെയും നടുവിൽ, എല്ലാ ബുദ്ധിമുട്ടുകളുടെയും പ്രശ്നങ്ങളുടെയും നടുവിൽ നിങ്ങൾ കാണാത്ത ഒരു പൈശാചിക ദുരാത്മക ശക്തികളുടെ പ്രവർത്തനങ്ങളുണ്ട്. ഇന്ന് പരിശുദ്ധാത്മാവ് തരുന്ന ദൂതിനകത്തുനിന്ന് ദൈവം നിങ്ങളെ അങ്ങനെയുള്ള അത്തരത്തിൽ പീഡ അനുഭവിക്കുന്ന നിങ്ങളെ ദൈവം വിടുവിച്ചെടുക്കാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. ഒരു പക്ഷേ നമ്മുടെ ഏതെങ്കിലും തെറ്റായിട്ടുള്ള തെരഞ്ഞെടുപ്പ് നിമിത്തമോ, നമ്മുടെ ജഡത്തോടോ ദൈവികമല്ലാത്ത തീരുമാനങ്ങളോടോ ജഡികമായ അഭിലാഷങ്ങളോടോ അനാചാരങ്ങളോടോ ഉള്ള നമ്മുടെ ആഭിമുഖ്യ നിമിത്തമൊക്കെ ആയിരിക്കാം ഈ പ്രലോഭനങ്ങൾ കൂടുന്നത്. അതുവഴി നമ്മൾ പിശാചിന് ഇടം കൊടുക്കേണ്ട ചില സാഹചര്യം വരുന്നു. ആ ഒരു ചെറിയ ഗ്യാപ്പിനകത്തൂടെ പിശാച് കയറിയിട്ട് അവൻ്റെ ദൂതന്മാരെ ആക്കിയിട്ട് ആ അവകാശം പറഞ്ഞുകൊണ്ട് മാനസികമായി നമ്മളെ തളർത്തിക്കളയാൻ, സ്ട്രെസ്സിലൂടെ കടത്തിവിടാനും ഡിപ്രഷനിലൂടെ കടത്തിവിടാൻ എന്ന് വേണ്ട പലതരത്തിലുള്ള ഭീതി, ആശങ്കകൾ, ആകുലങ്ങൾ, ഭയം, ഇതെല്ലാം സൃഷ്ടിക്കാൻ പിശാച് ശ്രമിക്കും. എവിടെയും ഒരു ചെറിയ ദൈവികമായ നിയമത്തിൻ്റെ വയലേഷനാണ് പിശാചിന് നമ്മളിലേക്ക് കയറി പറ്റാനുള്ള ഒരു വഴിയായിട്ട് പിശാച് നോക്കുന്നത്. ഞാനൊരു കാര്യം ഇന്ന് പരിശുദ്ധാത്മാവ് ഞാൻ പറയാം. നിങ്ങളുടെ സ്ട്രെസ്സിൻ്റെയോ ടെൻഷൻ്റെയോ സ്ട്രഗിളിൻ്റെയോ പിന്നിൽ എന്തൊക്കെ കാരണമുണ്ടെങ്കിലും, ഒരുപാട് കാരണം കാണും, ഏത് കാരണമുണ്ടെങ്കിലും യേശുക്രിസ്തു ഈ ഭൂമിയിൽ അവതരിച്ചത് മാനസികമായി നിങ്ങൾ നേരിടുന്ന സകല പ്രശ്നങ്ങളെന്നും നിങ്ങളെ സൗഖ്യമാക്കാനും കൂടെ വേണ്ടിയാണ്. ഹല്ലേലൂയ. അവിടെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 61-ാം അധ്യായത്തിൽ യേശുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന പ്രവചനവും ലൂക്കോസിന് സുവിശേഷം 4-ാം അധ്യായം 18 മുതലുള്ള വാക്യത്തിൽ അത് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. എളിയവരോട് സദ്വർത്തമാനം അറിയിക്കുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ഹൃദയം തകർന്നവർക്ക് സൗഖ്യം കൊടുക്കുവാൻ, തടവുകാർക്ക് വിടുതലും, ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യവും, ഇങ്ങനെ പീഡിതന്മാരെ സ്വതന്ത്രമായി വിട്ടയക്കുക, വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാട കൊടുക്കുക. ഇങ്ങനെ ദൈവത്തിന്റെ വചനം തരുന്ന ഉറപ്പ്. യേശുക്രിസ്തു പറയാണ്, ഈ വചനം എന്നെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ ജനത്തെ സൗഖ്യമാക്കാൻ ദൈവത്തിന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, എൻ്റെ മേൽ അഭിഷേകമുണ്ട്. അപ്പൊ യേശുവിന് നമ്മൾ നേരിടുന്ന സകല ബന്ധനങ്ങളെന്നും പീഡകളെന്നും വിടുതൽ തരാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട് യേശുക്രിസ്തുവിലൂടെ. 12-ാമത്തെ സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? എളിയവരുടെ പീഡയും ദരിദ്രന്മാരുടെ ദീർഘശ്വാസവും നിമിത്തം ഇപ്പോൾ ഞാൻ എഴുന്നേൽക്കും, രക്ഷയ്ക്കായി കാംക്ഷിക്കുന്നവനെ ഞാൻ അതിലാക്കും. അപ്പൊ നമ്മൾ നേരിടുന്ന സ്ട്രഗിളുകൾ, സ്ട്രെസ്സുകൾ, ടെൻഷനുകൾ, ഇതൊക്കെ മാനസികമായ കുറെ കാരണങ്ങൾ കാണുമെങ്കിലും അത് പരിഹാരം തരാൻ കർത്താവിന് പറ്റും. ഹല്ലേലൂയ. ഈ പീഡിപ്പിക്കപ്പെടുക എന്ന് പറയുന്നൊരു കാര്യം ബലവും കഴിവും പ്രാപ്തിയും കുറഞ്ഞവരുടെ മേൽ അന്യായമായി നടത്തുന്ന ബലപ്രയോഗവും അധികാര ഉപയോഗവുമാണ് പീഡനം എന്ന് പറയുന്നത്. പ്രാപ്തിയോ ബലമോ കഴിവോ കുറഞ്ഞ ആളുകളെ അന്യായമായി ബലാത്കരിക്കുക എന്ന് പറഞ്ഞാൽ ബലപ്രയോഗത്തിലൂടെ അധികാരത്തിലൂടെയോ കീഴടക്കാൻ നോക്കുക. മാനുഷികമായുള്ള പീഡനങ്ങളുണ്ട്, പക്ഷേ അതിലും വലുതാണ് പൈശാചിക ശക്തിയുടെ ആക്രമണം. നമ്മുടെ ബലഹീനതകളെ ചൂഷണം ചെയ്യുക, ദൈവത്തിന്റെ പ്രമാണവുമായി നമ്മൾ അല്പം അകന്നുപോയ ഏതൊരു വിഷയത്തിലൂടെ അത് ചൂഷണം ചെയ്ത് ആ പേര് പറഞ്ഞ് നമ്മളിലേക്ക് പ്രവേശിക്കാൻ നോക്കുക. ഹല്ലേലൂയ. ഒത്തിരി പേരും വിടുതലിന് വേണ്ടി പലയിടങ്ങളിൽ അന്വേഷിക്കാറുണ്ട്, കൗൺസിലിങ്ങുകളാണെങ്കിലും പ്രാർത്ഥന സ്ഥലങ്ങളാണെങ്കിലും. പക്ഷേ ഈ ബലഹീനതകൾ അവിടെ വെച്ചുകൊണ്ട് തന്നെയാണ് മറ്റു പോംവഴികൾ ആലോചിക്കുന്നത്. അവിടെ രക്ഷയുണ്ടാകില്ല, ദുരാത്മശക്തികൾ വിട്ടുമാറില്ല. അവിടെ നമ്മുടെ ജീവിതത്തിൽ വന്ന ഏത് ബലഹീനതയാണെങ്കിലും ദൈവവചനം പറയുന്നിടത്ത് വന്നു, ദൈവശബ്ദം കേൾക്കുന്നിടത്ത് വന്നു. അതുകൊണ്ടാണ് ഈ ദൈവവചനം പ്രസംഗിക്കുന്നിടത്ത് പോകണം, അത് കേൾക്കണം എന്ന് പറയുന്നത്. ആ വചനം കൊണ്ട് മാത്രമേ നമ്മളുടെ പ്രശ്നത്തെ പരിഹരിക്കാൻ പറ്റുള്ളൂ. ആ വചനമാണ് നമ്മുടെ ബലഹീനതകളെ തുറന്നു കാണിക്കുന്നു. പിശാചിന് ഇഷ്ടമുള്ള നമ്മിൽ കയറിക്കൂടിയ കാര്യങ്ങളെ വചനം തുറന്നു കാണിക്കും, ദൈവത്തിന്റെ ഇഷ്ടങ്ങളെ വചനം തുറന്നു കാണിക്കും. അപ്പോൾ എന്തൊക്കെയാണ് എൻ്റെ മേൽ പിശാച് അവകാശം പറയാനുണ്ടായ കാര്യം എന്നെല്ലാം വചനം പറയുമ്പോൾ അത് അയ്യോ എനിക്കത് വിടാൻ പറ്റത്തില്ല, ഉപേക്ഷിക്കാൻ പറ്റത്തില്ല എന്ന് ചിന്തയുള്ളവരെ സംബന്ധിച്ച് പിശാച് കൂടുതൽ പിടിപ്പിച്ചുകൊണ്ടിരിക്കും. എന്നാൽ അതാണല്ലോ എൻ്റെ പ്രശ്നം
എനിക്കത് വേണ്ട, എനിക്ക് എൻ്റെ ദൈവത്തിന് ഇഷ്ടം മതിയെന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ വചനം സ്വീകരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിലേക്ക് കടന്നു വരികയും ആ വചനത്തിൻ്റെ ശക്തിയാൽ ആ ദുരാത്മ ശക്തികൾ അഴിഞ്ഞു പോവുകയും ചെയ്യും. ഹല്ലേലൂയ. 146 സങ്കീർത്തനം 7 വാക്യത്തിൽ പറയുന്നു, യഹോവ പീഡിതന്മാർക്ക് വേണ്ടി ന്യായം പാലിച്ചു കൊടുക്കുന്നു, വിശപ്പുള്ളവർക്ക് അവൻ ആഹാരം കൊടുക്കുന്നു, യഹോവ ബദ്ധന്മാരെ അഴിച്ചുവിടുന്നു. ഹല്ലേലൂയ. അതെ, നിങ്ങൾ ഇന്ന് ഏത് ബന്ധനത്തിൽ കിടക്കുന്നവരാണെങ്കിലും ബദ്ധന്മാരെ അഴിച്ചുവിടുന്ന ഒരു ദൈവം, പീഡകളിൽ നിന്ന് വിടുതൽ തരുന്നൊരു ദൈവം. ഹല്ലേലൂയ. നിങ്ങളെ തളർത്തിക്കളഞ്ഞ, മാനസികമായി തളർത്തിക്കളഞ്ഞ, ഇനി മുൻപോട്ട് പോകാൻ ഒരു വഴിയുമില്ല, വാതിലിൽ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ ഞെരുക്കാൻ നോക്കിയ പൈശാചിക ശക്തികളുടെ മേൽ ദൈവം ഒരു വലിയ ജയം തരും. സകല ദുർഭൂത ശക്തികളെയും നിങ്ങളിൽ നിന്ന് ദൈവം പുറത്താക്കിയിട്ട് ദൈവത്തിന്റെ ദൂതന്മാർ വന്ന് നിങ്ങളോട് കൂടെ നിന്ന് നിങ്ങളുടെ കരം പിടിച്ച് നിങ്ങളെ സഹായിക്കുവാൻ, യാക്കോബ് ദർശനത്തിൽ കണ്ടതുപോലെ സ്വർഗത്തിൽ ദൂതന്മാരെ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് കണ്ടതുപോലെ നിങ്ങളെ സഹായിക്കുവാൻ ദൂതന്മാരെ ദൈവം അയക്കും. ദൈവത്തിന്റെ ദൂതന്മാരെ ദൈവം അയക്കും. ഹല്ലേലൂയ. ആമേൻ. അപ്പൊ ഇതാണ് ദൈവത്തിന്റെ വിടുതൽ എന്ന് പറയുന്നത്. യഹോവ സകല പീഡിതന്മാർക്ക് വേണ്ടി അവൻ ന്യായം പാലിച്ചു കൊടുക്കുന്നു. 103 സങ്കീർത്തനത്തിന്റെ 6 വാക്യത്തിൽ എഴുതിയിരിക്കുക, യഹോവ സകല പീഡിതന്മാർക്ക് വേണ്ടി നീതിയും ന്യായവും നടത്തുന്നു. ഹല്ലേലൂയ. ഏത് പീഡകളുടെ കാരണങ്ങൾ ഞാൻ പറഞ്ഞില്ല, എന്ത് കാരണമുണ്ടെങ്കിലും വിടുവിക്കുവാൻ ശക്തനായവനുണ്ട്, നമ്മുടെ നടുവിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുള്ളവരെ എന്ന് പറയുമ്പോൾ ശാരീരികമായിട്ടുള്ള അധ്വാനമല്ല, ശാരീരികമായി നമ്മൾ നേരിടുന്ന ഭാരങ്ങളല്ല, ചുമട് ചുമക്കുന്നതിനെ കുറിച്ചല്ല, മാനസികമായി നാം നേരിടുന്ന, ആത്മീയമായി നാം നേരിടുന്ന സ്ട്രഗിൾസ് ഉണ്ടല്ലോ, ഭാരം ചുമക്കുന്ന ബേഡൻസ്, ഹെവി ലേഡൻസ്, ഒത്തിരി ഭാരങ്ങൾ. കർത്താവ് പറയാം, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം, എൻ്റെ ചുമട് ലഘു, എൻ്റെ മുഖം മൃദു, എന്നോട് ചേർന്ന് പഠിപ്പീൻ, നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം ലഭിക്കുന്ന പറഞ്ഞു. നിങ്ങളുടെ ശരീരത്തിന് ആശ്വാസം എന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത്. ലാസ്റ്റ് വന്നപ്പോൾ എഴുതിയിരിക്കുന്നത് ആത്മാക്കൾക്ക് ആശ്വാസം ലഭിക്കും. ഹല്ലേലൂയ. മത്തായി സുവിശേഷം 11-ാം അധ്യായത്തിന്റെ ഒടുവിലത്തെ വാക്യം പറഞ്ഞു, നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം ലഭിക്കും. അപ്പൊ നമ്മുടെ ആ പ്രശ്നവും ഭാരം മുഴുവൻ ആത്മാവുമായി ബന്ധപ്പെട്ട, മനസ്സുമായി ബന്ധപ്പെട്ട, അത് കർത്താവിൽ നിന്ന് നമുക്ക് പ്രാപിക്കാൻ പറ്റും. അതെ, കർത്താവ് അതിനുവേണ്ടി നമുക്ക് വേണ്ടി പ്രായശ്ചിത്ത ബലിയായി തീർന്നു. ഒന്നാമത് നമ്മുടെ സ്ട്രെസ് എല്ലാം പോകുന്ന എവിടെയാണെന്നറിയോ? നമ്മുടെ പാപം മോചിക്കപ്പെടുമ്പോഴാണ്. ഇപ്പൊ 32-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത്, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അപ്പൊ ദൈവം എന്താ കണക്കിട്ടെന്നുള്ള നമ്മുടെ വിഷയം. അവിടെയാണ് ദൈവത്തിന് നമ്മളെ സൗഖ്യമാക്കാൻ പറ്റുള്ളൂ. ദൈവം കണക്കിടുന്ന വിഷയത്തെ മനുഷ്യരാരും കണക്കിടുന്നില്ലെങ്കിൽ അതുകൊണ്ട് പരിഹാരം ഉണ്ടാകില്ല. ദൈവം നമ്മുടെ മനസ്സിനെ നിർമ്മിച്ചവനാണ്. അതുകൊണ്ട് ദൈവം കണക്കിടുന്ന ലംഘനങ്ങളെ നമ്മൾ ഏറ്റു പറയണം. അടുത്ത വചനം, ഞാൻ മിണ്ടാതിരുന്നപ്പോൾ നിത്യമായ ഞരക്കത്താൽ എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചു പോയി. അതാ സ്ട്രെസ്സൊക്കെ, ടെൻഷനൊക്കെ, മരിക്കണം എന്നുള്ള ചിന്ത കയറി വരുന്നതൊക്കെ, ജീവിച്ചിട്ട് അർത്ഥം വരുന്ന ചിന്ത വരുന്നു. എന്നാൽ ഞാൻ ലംഘനങ്ങളെ ദൈവത്തോട് ഏറ്റുപറയുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നീ എൻ്റെ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു വന്നു, ഞാൻ ഫ്രീ ആയി. ആമേൻ. ഹല്ലേലൂയ. അതേ പ്രിയമുള്ളവരെ, ഒരു വലിയ ഇന്നർ ഹീലിംഗ് നമ്മുടെ മനസ്സിന് ദൈവം തരും. അവിടെ ദൈവത്തിന്റെ വചനം നമുക്ക് ശുദ്ധീകരണം തരും. യേശുവിന്റെ രക്തം നമുക്ക് ശുദ്ധീകരണം തരും. ദൈവത്തിന്റെ സാന്നിധ്യം നമ്മളെ വന്ന് ശുശ്രൂഷിക്കും. നിങ്ങൾ ഫ്രീ ആകും. ഹല്ലേലൂയ. യേശുക്രിസ്തു മുഖാന്തരം സകലത്തിലും നമുക്ക് ജയം തരുന്ന ദൈവം. ഹല്ലേലൂയ. ആ യേശുവിലൂടെ സകലത്തെയും നമുക്ക് ജയിക്കാൻ പറ്റും. അത് കാലങ്ങളായി നിൽക്കുന്ന പൈശാചിക ശക്തികളോ അവകാശങ്ങളോ മാനസിക പ്രശ്നങ്ങളോ മെന്റൽ ട്രബിൾസോ, ഒത്തിരി മരുന്നുകളൊക്കെ ഉപയോഗിച്ചാണ് ഇതിനെയൊക്കെ അടക്കാനായിട്ട് ആളുകൾ നോക്കുന്നത്. പക്ഷേ അതിനെ അവകാശം പറഞ്ഞ ദുരാത്മ ശക്തികളെ പുറത്താക്കുവാൻ യേശുക്രിസ്തുവിന് മാത്രമേ കഴിയുള്ളൂ. അഭിഷേകമുള്ളവരെ ദൈവം ഏൽപ്പിച്ചിട്ടുള്ളത് ഭൂതശക്തികളെ പുറത്താക്കുവാൻ. നിങ്ങളുടെ മേൽ ദൈവം ഒരു വലിയ വിടുതൽ തരും. ഈ വചനം നിങ്ങൾ സ്വീകരിച്ചോ? എല്ലാ പീഡകളിൽ നിന്നും വിടുവിക്കുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ. യേശുക്രിസ്തു മുഖാന്തരം ആ ജയം നിങ്ങൾക്ക് പ്രാപിക്കാൻ പറ്റും. ഞാൻ നിങ്ങളോട് പ്രാർത്ഥിക്കാം. വലിയ കാര്യങ്ങൾ ചെയ്യട്ടെ. പ്രിയ കർത്താവെ, ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവര് കർത്താവ് കടന്നു പോകുന്ന സകല മാനസികമായ പീഡകളുടെ നടുവിൽ, അല്ല പ്രിയപ്പെട്ടവരുടെ മക്കൾ, തലമുറ കടന്നു പോകുന്ന മാനസികമായ കർത്താവെ ടെൻഷനുകൾ, അസ്വസ്ഥതകൾ, അവരെ കീഴടക്കാൻ നോക്കുന്ന പൈശാചിക ശക്തികൾ അവരെ വിടുവിച്ചെടുക്കേണ്ടതിനാണ് ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുക്രിസ്തു മുഖാന്തരം. അതെ കർത്താവെ, നിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്ന പോലെ ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ച, പീഡിപ്പിക്കപ്പെടുന്നവരെ സ്വതന്ത്രമായി വിട്ടയക്കുവാനും വന്ന യേശുക്രിസ്തുവിന്റെ ആത്മാവ്, യേശുക്രിസ്തുവിന്റെ മേൽ വന്ന ആത്മാവ് ഈ മക്കളുടെ മേലേക്ക് വരണമേ. യേശുക്രിസ്തു മുഖാന്തരം ഒരു വലിയ ജയം ദൈവം നൽകണം. മക്കളെ ഞാൻ വിടുവിച്ചെടുക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത്ഭുതം ചെയ്യണം. ഞാൻ അനുഗ്രഹിക്കുന്നു. വലിയ സ്വാതന്ത്ര്യം, വലിയ സന്തോഷം, വലിയ വിടുതൽ ഈ കുടുംബത്തിൽ, ഈ മക്കളിൽ ഉണ്ടാകട്ടെ.
ഉണ്ടാകട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. കർത്താവിൽ സന്തോഷിക്കാനും കർത്താവിൽ ആനന്ദിക്കുവാനും കർത്താവിൽ സ്വാതന്ത്ര്യം അനുഭവിപ്പാനും ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രന്മാരാക്കുകയും ചെയ്യും. ഒരു വലിയ സ്വാതന്ത്ര്യം ദൈവം തരും. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ. കുറേ പേർക്ക് ഷെയർ ചെയ്യുക. ഗോഡ് ബ്ലസ് യു. ഹാവ് എ വണ്ടർഫുൾ ഡേ.